നമ്മള് മെൽബണിലാണ്. വായോ വായോ. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ വീണ്ടും ഒരു ഫ്ലൈറ്റ് യാത്ര. രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് രാത്രിത്തെ ടിക്കറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം മെൽബൺ പോയത് ഡ്രൈവ് ചെയ്തായിരുന്നു. ഏകദേശം 7-8 മണിക്കൂർ 727 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാനുണ്ട്. ഇടയ്ക്ക് വണ്ടി നിർത്തി ബ്രേക്കൊക്കെ എടുത്താണ് പോയതെങ്കിലും നിയയും സാഗും ഭയങ്കരമായിട്ട് മടുത്തുപോയി. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഫ്ലൈറ്റിൽ പോകാമെന്ന് കരുതി. ഇവിടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾക്ക് 7 കിലോ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എക്സ്ട്രാ വേണമെങ്കിൽ വേറെ പൈസ പേ ചെയ്യണം. രാത്രി ആയതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ഒട്ടും തന്നെ തിരക്കില്ലായിരുന്നു കേട്ടോ. ഒരുപാട് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പ് അല്ലാതിരുന്നത് കൊണ്ട് ഉള്ളതിൽ നല്ല ഓഫറൊക്കെ നോക്കി ജെറ്റ് സ്റ്റാർ എയർവേസിന്റെ ഫ്ലൈറ്റിന്റെ ടിക്കറ്റാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തത്. ചെന്നപ്പോൾ തന്നെ അവരുടെ സ്റ്റാഫ് ഒന്ന് നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മളെ നന്നായിട്ട് അസിസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. കളറിങ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ചെക്കിൻ ചെയ്യാൻ പോണല്ലേ. സാക്കിക്കുട്ടി ഫസ്റ്റ് പോയി നടക്കുവാണേ. എനിക്ക് വീട് മിസ് ചെയ്യുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡാ. വീടിനെ മിസ് ചെയ്യണ്ട നീ കൂടി. നമ്മളിപ്പോ തന്നെ വരില്ലേ? ഫ്രൈഡേ വരില്ലേ? ഇതാണ് കേട്ടോ അഡലേഡ് എയർപോർട്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ഒട്ടും തിരക്കില്ലാത്തത് കൊണ്ടും ബാഗ് ചെക്കിംഗ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. സാക്കും നിയയുമാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. അതുകൊണ്ട് തന്നെ ക്യാരി ബാഗൊക്കെ സ്വന്തമായി പിടിച്ച് നടക്കുമായിരുന്നു. അവസാനം അവർ പിടിച്ചോണ്ട് നീ കൂടി ഭയങ്കര എക്സൈറ്റഡ് ആണ് പോലെ. സ്വർണ്ണമൊക്കെ വെറുതെ വെച്ചേക്കണം നോക്കിക്കേ. ആ ഒരു ഷോപ്പാണ്, ചുമ്മാ വെച്ചേക്കോ സ്വർണ്ണമൊക്കെ. ഫ്ലൈറ്റ് പോടാ. കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കും അടുത്ത് അമ്മ പിടിച്ചോളാം. നടക്ക്. അതൊക്കെ അമ്മ വെച്ചിട്ടുണ്ട് ബാഗിൽ. തരാം അവിടെ ചെല്ലാം. രാത്രി 9:15 ഫ്ലൈറ്റിൻ്റെ സമയമെങ്കിലും പറഞ്ഞിരുന്നതിലും 35 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആക്കിയത്. റൺവേയിൽ എന്തോ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഡിലേ ആകുന്നതെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. മെൽബൺ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ മറന്നിട്ട് ഫ്ലൈറ്റ് തൊട്ടടുത്ത് കണ്ട സന്തോഷത്തിലായിരുന്നു നിയക്കുട്ടിയും സാക്കും, കൂടെ ഞങ്ങളും. അതല്ലേലും ചെറുപ്പത്തിൽ അങ്ങ് ദൂരെ ആകാശത്തു കൂടി പറക്കുന്ന ഫ്ലൈറ്റിനെ താഴെ നിന്ന് ടാറ്റ പറയുന്ന ഒരു കുട്ടിക്കാലത്തിലൂടെ കടന്നുപോയവരാണല്ലോ നമ്മളെല്ലാവരും. ആ ഒരു സംഭവം തൊട്ടടുത്ത് കാണുമ്പോൾ നമ്മളും നമ്മുടെ പ്രായമൊക്കെ അങ്ങ് മറക്കും അല്ലേ. അവർ നമ്മുടെ ടിക്കറ്റും സീറ്റ് നമ്പറും ഒക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളെ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ടു. ഏകദേശം മിഡിലായിരുന്നു കേട്ടോ നമ്മുടെ സീറ്റൊക്കെ. ചെന്നിരുന്നപ്പോൾ തന്നെ അവിടെ വെച്ചിരിക്കുന്ന ജെറ്റ് സ്റ്റാറിൻ്റെ ഇൻസ്ട്രക്ഷൻസിൻ്റെ പേപ്പറുകളും ബുക്കും ഒക്കെ എടുത്ത് കാര്യമായിട്ട് എന്തോ നോക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു സാക്ക്. മൊത്തം വായന എനിക്കില്ലേ സാക്കിക്ക് ഇങ്ങനെ പ്ലെയിൻ ഇങ്ങനെ പോണ എനിക്കോട് ജെറ്റ് സ്റ്റാറിൻ്റെ സ്റ്റാഫ് കൊടുത്ത പിക്ചറും പെൻസിലും ഒക്കെ വെച്ച് അപ്പോൾ തന്നെ കളറിംഗ് ഒക്കെ ചെയ്ത് പേരൊക്കെ എഴുതി ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് അവർക്ക് തന്നെ അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നീക്കുട്ടി വേഗം തന്നെ കളറിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ രാത്രി ഫ്ലൈറ്റിലിരിക്കുമ്പോഴാണ് അഡലേഡ് സിറ്റിയുടെ മൊത്തത്തിലുള്ള ഭംഗി കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഡ്രൈവ് ചെയ്തു പോയപ്പോൾ 7-8 മണിക്കൂർ എടുത്തെടുത്ത് വെറും 1.25 മണിക്കൂർ കൊണ്ട് മെൽബൺ എത്തിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു കുട്ടീസ്. മെൽബൺ സിറ്റിയുടെ രാത്രി ഭംഗിയും ഫ്ലൈറ്റിലിരുന്നതിനെ കാണാൻ പറ്റി. അങ്ങനെ കളറിംഗ് ചെയ്ത പിക്ചർ നീക്കുട്ടി എയർ ഹോസ്റ്റസിന് കൊടുത്ത് ഞങ്ങളെല്ലാവരും മെൽബൺ എയർപോർട്ടിൽ ഇറങ്ങി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.